അപ്പോൾ ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞു. സൂപ്പർ 8 കഴിഞ്ഞു. ഇനിയുള്ളത് ഇന്ത്യക്ക് സെമി ഫൈനലാണ്. മുന്നിൽ എതിരാളിയായിട്ട് വരുന്നത് ഇംഗ്ലണ്ടുമാണ്. മത്സരം വാങ്ഡേയിൽ വെക്കുന്നു. അപ്പോൾ ആ ഒരു മത്സരത്തിൽ രണ്ട് ടീമിനും അറിയാം ഒരു കിരീടത്തിലേക്ക് എത്താൻ ഈ ഒരു വിജയം അവർക്ക് അനിവാര്യമാണ്. അപ്പോൾ ആ ഒരു സെമി ഫൈനൽ എങ്ങനെ നോക്കിക്കാണും? സെമി ഫൈനൽ എന്ന് പറയുമ്പോൾ രണ്ടും ഒരു എന്താ പറയുക പ്രതീക്ഷിക്കാത്ത ടീമുകളൊന്നുമല്ല. നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു ടീം തന്നെയായിരുന്നു ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ട് ആണെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ കുറച്ച് പതുങ്ങിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു നേപ്പാളിനെതിരെയുള്ളൊരു മത്സരം ഭയങ്കര ക്ലോസ് ആയിട്ടാണ് 4 അവർ റൺസ്. 4 റൺസിനാണ് വിജയിച്ചത്. പിന്നീട് വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റു. അപ്പോൾ എല്ലാവരും ഇംഗ്ലണ്ടിനെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. മാത്രമല്ല ഇംഗ്ലണ്ട് ആണെങ്കിൽ പൊതുവേ പിന്നെ ഒരു 2015 ശേഷമൊക്കെ ഇംഗ്ലണ്ട് ഭയങ്കര വൈറ്റ് ബോളിൽ ഭയങ്കരമായി മുന്നേറ്റം ഉണ്ടാക്കിയൊരു സമയമാണ്. പക്ഷേ ഇംഗ്ലണ്ട് കുറച്ച് കാലമായിട്ട് കുറച്ച് ഡൗൺ ആയിരുന്നു. ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലാണെങ്കിൽ അവർ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. പിന്നീട് വൺ ഡേ വേൾഡ് കപ്പിലും ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു. അതിന് പിന്നാലെയാണ് ജോസ് ബട്ട്ലറെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് മാറ്റുന്നത്. പക്ഷേ 2020 ലോകകപ്പിൽ അവരാണ് സത്യത്തിൽ ഏറ്റവും കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്യുന്ന ടീം ഇംഗ്ലണ്ടാണ്. ഇപ്പോൾ 2016 ലോകകപ്പിൽ അന്ന് ഫൈനലുണ്ടായിരുന്നു. അന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റു. തോൽക്കുന്ന അവിടെയാണ്. റിമെമ്പർ ദ നെയിം ആ ഒരു ഇന്നിങ്സിൽ മാത്രമാണ് തോൽക്കുന്നത്. പിന്നീട് 2021 അടുത്ത 20 ലോകകപ്പ് നടക്കുന്നത്. അന്നും അവർ സെമിയിലുണ്ടായിരുന്നു. പിന്നീട് 2022 കിരീടം നേടി. അന്നും സെമിയിൽ ഇന്ത്യയെ തോൽപ്പിച്ചിട്ടാണ് കിരീടം നേടുന്നത്. 2024 പോയ 20 ലോകകപ്പിലും അവർ സെമിയിലുണ്ടായിരുന്നു. വീണ്ടും ഇന്ത്യയോട് കളിച്ചു. വീണ്ടും സെമിയിൽ. അതായത് ഇത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ആരും പെർഫോം ചെയ്തിട്ടില്ല. ഇന്ത്യ പോലും 2021 ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലണ്ടാണ് ചാമ്പ്യന്മാരായി ഒരു വട്ടം ഫൈനൽ കളിച്ചു. ബാക്കി എല്ലാത്തിലും സെമിയിലും ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ഒരു ലൈനപ്പ്, അവരുടെ ബാറ്റിംഗ് ലൈനപ്പാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത്. കാരണം 8-മൻ 9-മൻ 10-മൻ വരെ ബാറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോൾ ആദിൽ റഷീദ് വരെ വേണമെങ്കിൽ ബാറ്റ് ചെയ്യും. ജോഫ്ര ആർച്ചർ ബാറ്റ് ചെയ്യും. പക്ഷേ അവരുടെ ബൗളിംഗ് ആണ് തോന്നുന്നത് എനിക്ക് കുറച്ച് വീക്കായി തോന്നുന്നത് അവരുടെ ബൗളിംഗ് ആണ്. ഇപ്പോൾ ജോഫ്ര ആർച്ചറാണ് അവരുടെ ഒരു കീ. ഇന്ത്യക്ക് ബുംറ എന്നൊക്കെ പറയുന്ന പോലെ കീ ജോഫ്ര ആർച്ചറാണ്. പക്ഷേ അദ്ദേഹം കൺസിസ്റ്റൻ്റ് അല്ല. അദ്ദേഹം കുറച്ച് കാലമായിട്ട് അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഒരു കാലത്ത് IPL ഒന്ന് വിറപ്പിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ നിരന്തരമായ ഇഞ്ചുറികൾ അദ്ദേഹത്തിൻ്റെ പേസിനെയും വേരിയേഷനെയൊക്കെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലണ്ടിനെ ഒരു പരിധിവരെ ബാലൻസ് ചെയ്യുന്നത് ആദിൽ റഷീദ് സ്പിന്നറായിട്ടുണ്ടെങ്കിലും വിൽ ജാക്സ് കുറേ അതിഗംഭീരമായ പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒന്നുകിൽ ബാറ്റ് കൊണ്ട് ഫിനിഷിംഗ് റോളിൽ ടീമിനെ ഹെൽപ്പ് ചെയ്യും, അതല്ലെങ്കിൽ ബൗളിങ്ങിൽ ഭയങ്കര ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അദ്ദേഹം പെർഫോം ചെയ്യുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് ഇംഗ്ലണ്ട് സൂപ്പർ 8 എല്ലാ മത്സരങ്ങളും കളിക്കുന്നത് ലങ്കയിലാണ്. ലങ്ക പൊതുവെ സ്പിന്നർമാർക്ക് കുറച്ച് അനുകൂലമുള്ളതാണ്. അതും വിൽ ജാക്സിന് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ വിൽ ജാക്സ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഡേയ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് മാൻ ഓഫ് ദ മാച്ചൊക്കെ നേടി കീയായി. പിന്നെ അവിടെ ബാറ്റിംഗ് ലൈനപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യത്തിൽ അതിഗംഭീരമായ ബാറ്റിംഗ് ലൈനപ്പാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യ ഇപ്പോൾ ഇതുവരേക്കും പറഞ്ഞിരുന്നല്ലോ, ഇന്ത്യ ലൈനപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഒരു നനഞ്ഞ പോലെയാണ് പോകുന്നത് പറയുന്നത്. ഏറെക്കുറെ അതുപോലെ തന്നെയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ കാര്യം. ഇപ്പോൾ ഫിൽ സോൾട്ടും ജോസ് ബട്ട്ലറാണ് ഓപ്പൺ ചെയ്യുന്നത്. രണ്ടുപേരും നമുക്കറിയാം IPLലൊക്കെ അതെ, ജോസ് ബട്ട്ലർ എന്ന ഒരു ഗോട്ട് എന്നൊക്കെ വിളിക്കാവുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ്. ഫിൽ സോൾട്ട് എന്ന് പറയുന്നത് ഈ പവർ പ്ലേയിലൊക്കെ ഭയങ്കരമായി ഹിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളാണ്. നമ്മൾ RCBയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ രണ്ടുപേരും അത്ര നല്ല രീതിയിലല്ല പെർഫോം ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ പവർ പ്ലേയിൽ വിക്കറ്റ് പോകുന്നത് അവർക്ക് ഭയങ്കരമായ ക്ഷീണം ഉണ്ടാക്കും. നല്ലൊരു ഓപ്പണിംഗ് കൊടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഓപ്പണിംഗ് അവർക്ക് കിട്ടുകയാണെങ്കിൽ അവരെ സ്കോർ എവിടെയും ചെന്ന് നിൽക്കാം. 200, 250, 300 എത്താം. അപ്പോൾ നമ്മൾ 300 അടിച്ച് നമ്മൾ കണ്ടതാണ്. ഒരു പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവർ അടിക്കുന്നത് കാണാം. അപ്പോൾ ഓപ്പണിങ്ങിലെ ഒരു ദൗർബല്യമാണ് ഇംഗ്ലണ്ടിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്ന ഒരാൾ മൂന്നാമത് വരുന്ന ഹാരി ബ്രൂക്കാണ്. ഹാരി ബ്രൂക്ക് എന്ന് പറയുന്നത് ഒരു വേൾഡ് ക്രിക്കറ്റിലെ ഒരു വണ്ടർ എന്നൊക്കെ പറയാവുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ശുഭ്മാൻ ഗില്ല്, ഹാരി ബ്രൂക്ക് ഇവരൊക്കെയായിരുന്നു ഒരു നെക്സ്റ്റ്. കോഹ്ലി, ജോ റൂട്ട്, സ്മിത്ത് യുഗത്തിന് ശേഷം ഫെഫോർ പോലെ ഒരു നെക്സ്റ്റ് യുഗത്തിൽ പെടുന്ന ആളാണ് ഹാരി ബ്രൂക്ക്. പക്ഷേ ഹാരി ബ്രൂക്കിൻ്റെ ഒരു ഭയങ്കര കൗതുകമുള്ള സംഭവമാണ്. അദ്ദേഹം ഭയങ്കര അഗ്രസീവ് ബാറ്ററാണ്. പക്ഷേ പൊതുവെ ഈ അഗ്രസീവ് ബാറ്റേഴ്സ് ടെസ്റ്റിൽ പരാജയപ്പെടുന്നതാണ് നമ്മൾ കാണാറുള്ളത്. ഈ സെവാഗോ അല്ലെങ്കിൽ പന്തിനെ പോലുള്ള കുറച്ച് പേരെ അങ്ങനെ ടെസ്റ്റിൽ പെർഫോം ചെയ്യുന്നു. പക്ഷേ ഹാരി ബ്രൂക്ക് അതുപോലെയായിരുന്നു. ടെസ്റ്റിൽ അത് ഗംഭീരമായി പെർഫോം ചെയ്യുമെങ്കിലും വൈറ്റ് ബോളിൽ അദ്ദേഹം പ്രതീക്ഷിച്ച രീതിയിലേക്ക് ഉയർന്നിട്ടില്ല. അദ്ദേഹം തീരെ പെർഫോം ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക എബിലിറ്റി കൊത്ത് അദ്ദേഹം കളിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു പൊതുവെയുള്ള വിമർശനം. പക്ഷേ ഈ ടൂർണമെൻറ്റിൽ അദ്ദേഹം കളിച്ച പല ഇന്നിങ്സുകളും, ഇപ്പോൾ ഒന്ന് പാകിസ്ഥാനെതിരെയുള്ളൊരു മത്സരം ഹാരി ബ്രൂക്ക് ഒറ്റക്കാണ് വിജയിപ്പിക്കുന്നത്. ഇന്നലെ സഞ്ജു കളിച്ച ഇന്നിങ്സ് അതേ സമാനമായൊരു ഇന്നിങ്സാണെന്ന് ഹാരി ബ്രൂക്ക് കളിച്ചത്. എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ ഹാരി ബ്രൂക്ക് മാത്രം സെഞ്ചുറിയുമായിട്ട് ഒരു ഇന്നിങ്സ് ചേസ് ചെയ്തു. സെമി ഉറപ്പിച്ചൊരു ഇന്നിങ്സ് ആയിരുന്നു. മാത്രമല്ല പല മത്സരങ്ങളും ഇപ്പോൾ അവസാനം നടന്ന ന്യൂസിലാൻഡിനെതിരെ മത്സരത്തിലും ഒരു പ്രഷറായിരുന്നു. ഓപ്പണിംഗ് 2 വിക്കറ്റ് വീണു. ഇങ്ങനെ ഒരു ആങ്കറിങ് ചെയ്യുമോ എന്നുള്ള സമയത്താണ് ഹാരി ബ്രൂക്ക് വന്നിട്ടൊരു 6 ഒക്കെ അടിക്കുന്നുണ്ട്. അത് ഗംഭീരമായ ഷോട്ട്. അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് നമുക്ക് ആ ഷോട്ടിൽ കാണാം. ഒരു ഷോട്ടാണ് നമ്മുടെ ആ ഒരു ബോർഡിൽ പോയി ഇടിക്കുന്നുണ്ട്. സ്കോർ ബോർഡിൽ പോയിട്ട് ആ സ്കോർ ബോർഡിന് ഓട്ട വീഴുന്നുണ്ട്. ആ ഷോട്ടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഭയങ്കരമാണ്.
അപ്പോൾ ആ ആരി ബ്രൂക്കാണ് അവരുടെ ഒരു കീ വിക്കറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. നിലവിലെ ഫോമിൽ ക്യാപ്റ്റനും കൂടിയാണ്. പിന്നീട് ടോം ബാൻഡൻ, ലിയാം ഡോസൺ പോലെയുള്ള ബാറ്റേഴ്സ് ഉണ്ട്. പിന്നീട് സാംകറനാണ്. സാംകറൻ നമുക്കറിയാം ഒരു ബൗളിങ്ങിലും കോൺട്രിബ്യൂട്ട് ചെയ്യും, ബാറ്റിങ്ങിലും ഒരു ആവറേജ് പെർഫോമൻസുള്ള ആളാണ്. പിന്നീട് ഫിനിഷിങ്ങിലാണ് അവർക്ക് കുറച്ചുകൂടി പിന്നെ ഉള്ള ഒരാൾ, വിൽ ജാക്സ് ഫിനിഷ് ചെയ്യാണ്ട്. അതിനിടയിൽ മിഡിൽ ഓർഡർ നമ്മളെ ജേക്കബ് ബത്തലും ഈ പറഞ്ഞ പോലെ നല്ല ഫ്രാഞ്ചൈസ് ലീഗിലൊക്കെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇംഗ്ലണ്ട് ടീമിൻ്റെ ഒരു ആകത്തുക ഇങ്ങനെയാണ്. എന്തിനും പോകുന്ന ഒരു പിന്നെ ടീം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടും ഈ ഒരു ഹോൾ ദ നെർവ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതായത് സെമി പോലത്തെ ഒരു മത്സരങ്ങളിൽ ചിലപ്പോൾ പ്രഷറിലേക്ക് വീഴാൻ സാധ്യതയുള്ളതാണ്. പിന്നീട് ഈ ഒരു വാങ്കഡയിലൊക്കെ ചിലപ്പോൾ സ്പിന്നിനൊക്കെ തുണക്കുന്നൊരു സാഹചര്യം വരികയാണെങ്കിലും ഇംഗ്ലീഷ് ബാറ്റേഴ്സ് എത്രത്തോളം അത് സർവൈവ് ചെയ്യുന്നത് കണ്ടറിയാം. ഇപ്പോൾ ഇന്ത്യ ഓരോ മത്സരങ്ങൾ വരുമ്പോഴും ഇന്ത്യൻ്റെ ഓരോ പ്രശ്നങ്ങൾ എക്സ്പോസ് ആകുമ്പോൾ അടുത്ത മത്സരത്തിൽ അതിങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം സെമി പോലത്തെ ഒരു നിർണായക മത്സരം, ഇതിലൊരൊറ്റ ചാൻസേ ഉള്ളൂ. ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിലായാലും സൂപ്പർ ഫോറിലായാലും ഈ മത്സരം തോറ്റാൽ, ഈ മത്സരം കൈവിട്ടാൽ അടുത്തൊരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ സെമി അങ്ങനെയല്ല, നമുക്ക് ഒരൊറ്റ മത്സരം ഒരൊറ്റ വിജയമാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യൻ ടീമിൽ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് ശരിക്കും? തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടാനുള്ള രണ്ട് പ്രശ്നങ്ങൾ. നമ്മൾ ഈ ഗ്രൂപ്പ് ഘട്ടത്തിലൊക്കെ സത്യത്തിൽ ബാറ്റിങ്ങിലായിരുന്നു പ്രശ്നം. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണത്. ഈ ലെഫ്റ്റ് വരുന്നതുകൊണ്ടുള്ള ആ കോമ്പിനേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ബാറ്റിങ്ങിൽ ബാധിച്ചിരുന്ന പറഞ്ഞത്. പക്ഷേ ബൗളിങ്ങിന് മിടുക്കിലാണ് നമ്മൾ ഒരുപാട് മത്സരങ്ങൾ വിജയിച്ചത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങൾ ഇപ്പോൾ അമേരിക്കക്കെതിരായാലും ഒക്കെ വിജയിക്കുന്നത് ബൗളിങ്ങിന് മിടുക്കിലാണ്. പക്ഷെ നമ്മൾ ഈ സൂപ്പർ 8 വന്നപ്പോൾ കാണുന്നത് പിന്നെ ബാറ്റിങ്ങിൽ സൗത്ത് ആഫ്രിക്കക്കെതിരെ നമ്മൾ പാളെങ്കിലും ഇപ്പോൾ സിംബാബ്വെക്കെതിരെ നമ്മൾ ഗംഭീരമായി പെർഫോം ചെയ്തു. വെസ്റ്റ് ഇൻഡീസിനെതിരെ നമ്മൾ നല്ലൊരു ചേസിങ് നടത്തി. ബാറ്റിംഗ് ഏറെക്കുറെ എല്ലാവരും ഫോമായി, ലെഫ്റ്റ് റൈറ്റ് ആ പ്രശ്നങ്ങളൊക്കെ മാറി. പക്ഷേ ബൗളിങ്ങിൽ ഇന്ത്യക്ക് പ്രശ്നമുണ്ട്. അത് ഡെത്തിലും പവർ പ്ലേയിലും സത്യത്തിൽ ഇന്ത്യക്ക് അത്രയ്ക്ക് പ്രശ്നമില്ല. കാരണം ജസ്പ്രീത് ബുംറ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വലിയ ഭയങ്കര അദ്ദേഹത്തിൻ്റെ പീക്ക് ഫോമിലൊന്നും അല്ലെങ്കിൽ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അർഷദീപും സപ്പോർട്ടുണ്ട്. അപ്പോൾ ഡെത്തിലും ഇപ്പം ഇന്നലെ കളിക്ക് നോക്കി പറയും, ഡെത്തിലും പവർ പ്ലേയിലും കാര്യമായിട്ട് അടി കിട്ടുന്നില്ല. പക്ഷേ ഇന്ത്യക്ക് പാളുന്നത് മിഡിൽ ഓവറുകളിലാണ്. കളി നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഈ സൂപ്പർ 8 3 മത്സരങ്ങൾ, അപ്പോൾ നമ്മൾ ദക്ഷിണാഫ്രിക്കെതിരായ മത്സരം എടുക്കുക. ദക്ഷിണാഫ്രിക്ക പവർ പ്ലേയിൽ 3 വിക്കറ്റും പോയിട്ട് ഒരു 100 റൺസ് പോലും കടക്കുമെന്നുള്ള ഒരു സാഹചര്യമാണ്. പക്ഷേ അവർ പവർ പ്ലേക്ക് ശേഷം, അതായത് ഒരു 7 to 16 ഓവർ വരെയുള്ളതിലാണ് അവർ കളി ടേൺ ചെയ്യുന്നത്. അതെ, അതായത് വരുൺ ചക്രവർത്തിയെ അവരടിച്ചു തുടങ്ങിയതോടെ പിന്നീട് വരുന്നതൊക്കെ പാർട്ട് ടൈം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഓൾറൗണ്ടേഴ്സൊക്കെയാണ് പന്തെടുത്തത്. അന്ന് ശിവൻ ദുബെ 2 മത്സരങ്ങളും നന്നായി തല്ലുവാങ്ങി. പിന്നെ ഇന്നലെ വെസ്റ്റ് ഇൻഡീസിൻ്റെ പ്ലാൻ അത് തന്നെയായിരുന്നു. ശിവൻ ദുബെ വരുമ്പോൾ ഒന്നും കൂടിയും അഗ്രസീവ് ആവാമെന്നുള്ളതെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നലെ ശിവൻ ദുബക്ക് ബോൾ കൊടുത്തില്ല. അപ്പോൾ ഞാൻ പറയുന്നത് മിഡിൽ ഓവറുകളിൽ ഇന്ത്യയുടെ ബൗളിംഗ് ദൗർബല്യം കൃത്യമായിട്ട് അറിയുന്നുണ്ട്. പ്രത്യേകിച്ചും ബുംറയും അർഷദീപും അല്ലാത്ത ഒരു തേർഡ് പേസറില്ല. ഹാർദിക് പാണ്ഡ്യയും ദുബൈയും വെച്ചിട്ടാണ് മാനേജ് ചെയ്യുന്നത്. പിന്നെയുള്ള 2 സ്പിന്നേഴ്സിനെ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ദക്ഷിണാഫ്രിക്കക്കെതിരെ നമ്മൾ കണ്ടു മില്ലറും ബ്രവിസും കളി ടേൺ ചെയ്യുന്നത് മിഡിൽ ഓവറിലാണ്. സിംബാബ്വെക്കെതിരെയുള്ള മത്സരത്തിൽ പോലും സിംബാബ്വെ ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു ബാറ്റിംഗ് തുടങ്ങിയത് പവർ പ്ലേയിൽ. പക്ഷേ അവരും ഒരു റൺസ് സ്കോർ ചെയ്യുന്നത് സിക്കന്ദർ റാസയും ബ്രനറ്റും സ്കോർ ചെയ്യുന്നത് മിഡിൽ ഓവറിലാണ്. ഇന്നലെ വിൻഡീസ് നോക്കും, നമ്മൾ ഈ ഷായ് ഹോപ്പൊക്കെ അത്യാവശ്യം ഒരു 7 ഓവറൊക്കെ മെല്ലെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പിന്നീടും അവരും മിഡിൽ ഓവറുകളിലാണ്. എട്ടുമയർ വന്നിട്ട് കുറച്ച് അടിച്ചു. പിന്നീട് അങ്ങനെ അവരും മിഡിൽ ഓവറിൽ തന്നെയാണ് സ്കോർ ചെയ്തത്. അപ്പോൾ ഇന്ത്യക്ക് നിശ്ചയമായിട്ടും മിഡിൽ ഓവറിലൊരു പ്രതിസന്ധി പരിഹരിക്കേണ്ടത്. കാരണം ഇംഗ്ലണ്ടും എനിക്ക് തോന്നുന്നത് അതിനെ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പവർ പ്ലേയിൽ ബട്ട്ലറും സോൾട്ടും വിക്കറ്റ് ഒരു 50 പവർ പ്ലേ അവസാനിപ്പിക്കുകയും ചെയ്താൽ പിന്നീട് ഇഷ്ടം പോലെ ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. അതും സ്പിന്നിന് നന്നായി കളിക്കുന്നവരാണ് ബ്രൂക്കായാലും ബെത്തലായാലും ഒക്കെ. അപ്പോൾ ഇംഗ്ലണ്ടും എനിക്ക് തോന്നുന്നത് ഈ മിഡിൽ ഓവറുകളിൽ നന്നായി തന്നെ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ്. ഒന്ന് ശിവൻ ദുബൈക്ക് ഇന്നലെ പന്ത് കൊടുത്തില്ല. ഒന്ന് ഹാർദിക് പാണ്ഡ്യയുടെ ഫോം ഭയങ്കര നിർണായകമായിരിക്കും. ബൗളിങ്ങിലാണ് ഞാൻ പറയുന്നത്. ഹാർദിക് പാണ്ഡ്യയുടെ അദ്ദേഹത്തിൻ്റെ ഓവറുകൾ നന്നായി എറിഞ്ഞാൽ ഒരു പരിധി വരെ ആ പ്രശ്നം പരിഹരിക്കാം. മറ്റൊന്ന് സ്പിന്നർമാരാണ്. സ്പിന്നർമാർക്ക് അടി കിട്ടിയാൽ പിന്നെ നമ്മൾ ആ ഒരു നോക്കേണ്ട, എന്തായാലും വലിയ സ്കോറിലേക്ക് ആ മത്സരം പോകുന്നുള്ളതാണ്. നമ്മൾ ഡെത്ത് ഓവറിൽ ഇനിയിപ്പോൾ ഒരു മിനിമം കൺസിസ്റ്റൻസിയിൽ എറിഞ്ഞാൽ പോലും അതൊരു 150 മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. പിന്നീട് പറയേണ്ട ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഫീൽഡിംഗ് ആണ്. ഈ ടൂർണമെൻറ്റ് തുടങ്ങിയത് മുതൽ ഇന്ത്യ ഫീൽഡിങ്ങിൽ അമ്പേ പരാജയം എന്ന് തന്നെ പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഒരു 10-15 വർഷം മുമ്പൊക്കെ ഇന്ത്യയുടെ ഫീൽഡിങ്ങിനെ കുറിച്ച് ഇങ്ങനെ നിരന്തരമായിട്ട് പിന്നെ ഇതുണ്ടായിരുന്നു, വിമർശനങ്ങളുണ്ടായിരുന്നു. കാരണം ഈ സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ ഒക്കെ അത് ഗംഭീരമായി ഫീൽഡ് ചെയ്യും, അത്ലറ്റിക് ഫീൽഡേഴ്സ് ആയിരിക്കും. ഇന്ത്യ അങ്ങനെ കുമ്പിടാൻ പോലും മടിയുള്ള താരങ്ങൾ എന്നൊക്കെ ആയിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു കോഹ്ലിയൊക്കെ വന്നതിന് ശേഷം ഈ ജഡേജ, റെയ്ന അങ്ങനെ ഒരു വലിയൊരു ഇറ വന്നു. ഭയങ്കര ഫീൽഡിങ്ങിൽ ഇന്ത്യ മികച്ചായിരുന്നു. ഇപ്പോഴും ഫിസിക്കൊക്കെ നോക്കുമ്പോൾ ഇന്ത്യ നല്ലൊരു ഫീൽഡിങ് ടീമൊക്കെ തന്നെയാണ്. പക്ഷേ എന്തോ സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഇന്നലത്തെ മത്സരത്തിൽ തന്നെ എന്തോ ഒരു അബദ്ധങ്ങളാണ്. ക്യാച്ച് ആയി വിട്ടു. അഭിഷേക് ശർമ്മ 2 ക്യാച്ച് ആയി വിട്ടു. തിലക് വർമ്മ പിടിക്കാവുന്നൊരു ക്യാച്ച് തന്നെയാണ് 6ലേക്ക് പോയത്. പിന്നെ റണ്ണൗട്ടിലൊരു ചാൻസ് ഇന്നലെ മിസ്സാക്കി. വരുൺ ചക്രവർത്തി 2 സൈഡിലും, ഒരു സൈഡിൽ ബാറ്റർ എത്തിയിട്ടേ ഇല്ല, ഈ സൈഡിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ 2ന് നടുവിലേക്കാണ് ബോൾ എറിഞ്ഞത്. ഒരു വലിയ അബദ്ധം തന്നെ
പറയാം. അപ്പോൾ ഫീൽഡിങ്ങിലെ നിർണായകമായ മത്സരങ്ങളിൽ ഫീൽഡിങ് ഭയങ്കരമായിട്ട് നിർണായകം തന്നെയാണ്. അപ്പോൾ ഫീൽഡിങ്ങിലെ ഈ ഒരു തെറ്റ് പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യ ഈ ഒരു വേൾഡ് കപ്പിൽ കപ്പടിക്കുക എന്നുള്ളതോടുകൂടി തുടർച്ചയായി 2 ട്രോഫി വിൻ ചെയ്യുന്ന ഏക ടീം, അല്ലെങ്കിൽ കിരീടം നിലനിർത്തുന്ന ഒരു ടീം എന്നുള്ള നിലക്കുള്ള ഒരു വിജയമാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഇംഗ്ലണ്ട് നമുക്കറിയാം ഒരു വാങ്ഡേയിലാണ് മത്സരം നടക്കുന്നത്. ആ ഒരു പിച്ചിൽ ഇംഗ്ലണ്ട് ഇന്ത്യക്ക് എത്രത്തോളം വെല്ലുവിളി ഉയർത്താനുള്ള സാധ്യതകളുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ ടീമിൻ്റെ ഒരു സെമിയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ടീമിൻ്റെ ലൈനപ്പ് മാത്രം നോക്കിയിട്ട് വിലയിരുത്താൻ പറ്റില്ല. ഈ ഒരു പ്രഷർ ഉണ്ടല്ലോ, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ് ഒരു മത്സരം ഡിസൈഡ് ചെയ്യുക. ഇപ്പോൾ ടീം ലൈനപ്പ് ഇപ്പോൾ ഈ ഓസ്ട്രേലിയ എന്തുകൊണ്ടാണ് ഇത്രക്ക് ക്രിക്കറ്റിൽ ഭയങ്കര കപ്പടിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെക്കാൾ ടീം ഇപ്പോൾ വിന്നിംഗ് റേഷ്യോ ഒക്കെ സൗത്ത് ആഫ്രിക്കക്ക് ഉണ്ട് വൺ ഡേയിലൊക്കെ. പക്ഷേ സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ളൊരു മാറ്റം നമ്മൾ പറയുന്നത് ആ വിന്നിങ് മെൻറ്റാലിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു പ്രഷർ സിറ്റുവേഷനുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. അതേ പ്രശ്നം തന്നെയായിരിക്കും ഇംഗ്ലണ്ട് ആയാലും ഇന്ത്യ ആയാലും. ഈ ഹോൾഡ് ദ നെയർ എന്ന് പറയുന്നൊരു സംഭവമായിരിക്കും അതിൻ്റെ ഒരു ഡിസൈഡിങ് ഫാക്ടർ എന്നാണ് തോന്നുന്നു. മറ്റേ ടീം ലൈനപ്പ് നോക്കുമ്പോൾ ഓഫ് കോഴ്സ് ഇന്ത്യക്ക് ഹോം ഗ്രൗണ്ടാണ്, വാങ്കഡയാണ്, ഒരു എഡ്ജ് ഉണ്ട്. പക്ഷേ ഇംഗ്ലണ്ടും അത്ര മോശമുള്ള ടീമല്ല. ഇന്ത്യ ഇതുവരെ നേരിട്ടതിൽ സൗത്ത് ആഫ്രിക്കയൊക്കെ പോലെ തന്നെ ഒരു പേടിക്കേണ്ട ടീം തന്നെയാണ് ഇംഗ്ലണ്ട്. ഒരു ബാറ്റിംഗ് ആയാലും ഒക്കെ ഓർക്കാനുണ്ട്. ബൗളിങ്ങിൽ എനിക്ക് തോന്നുന്നത് ഒരു കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്.